കോഴിക്കോട് ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചരിത്ര വിജയം അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് 6 നിയുക്ത MLA-മാരും ഒരുമിച്ച് നിങ്ങളുടെ മുന്നിൽ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അഭിമാനപരസ്പരം അവതരിപ്പിക്കുകയാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 100% വിജയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ഐക്യ ജനാധിപത്യ മുന്നണി നമ്മൾ 13-ൽ 13 നേടും എന്ന് നമ്മൾ അവകാശപ്പെട്ടിരുന്നു. അതിൽ ഒന്നൊഴിച്ച് 12 ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു അതിശക്തമായ മുന്നേറ്റമാണ് കോഴിക്കോട് ജില്ലയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു വിജയം ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ കമ്മിറ്റിയുടെ ചിട്ടയായ പ്രവർത്തനം, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കന്മാരുടെ ശക്തമായ ഇടപെടൽ, അവരുടെ നേതൃത്വം, ഇതെല്ലാം അതിന് പുറമെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമം, അതിൻ്റെ ഫലമാണിത്. നമ്മൾ SIR ഇവിടെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കൃത്യമായി അത് മോണിറ്റർ ചെയ്ത് നമുക്ക് അവകാശപ്പെട്ട വോട്ടുകളൊന്നും ചോർന്നു പോകാതെ നോക്കി, പുതിയ വോട്ടുകൾ കൃത്യമായി ചേർക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ഒരു കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്, ഗവൺമെൻറ് വിരുദ്ധ വികാരമുണ്ട് എന്നത് ഒരു വലിയ വസ്തുതയാണ്. പക്ഷെ അതിനപ്പുറം ഒരു കഠിനാധ്വാനം, കഠിന പരിശ്രമം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഫലം കൂടിയാണ് നമുക്ക് ഈ മിന്നുന്ന വിജയം ലഭിക്കാൻ കാരണമായിട്ടുള്ളത്. പിന്നെ മാധ്യമങ്ങളെ ഞങ്ങളുടെ നന്ദി അറിയിക്കാൻ കൂടി അവസരം വരികയാണ്. മാധ്യമങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി, അവർക്ക് പ്രവർത്തിക്കാനുള്ള കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ആ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും തുറന്നു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിജയമാണിത്. കാരണം 10 വർഷമായി ഈ കേരളത്തെ ദുരിതപൂർണമാക്കി സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ മുഖമുദ്രയാക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സർക്കാരിനെ താഴെ ഇറക്കി എന്നുള്ളൊരു ആശ്വാസമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുള്ളത്. അതിൽ കോഴിക്കോടിൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കാൻ സാധിച്ചു. അത് നിങ്ങളുടെ മുന്നിൽ പറയാനും, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന് അവരെ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിയുക്ത MLA-മാർ എന്ന് പറയുന്നത്. ആ നിയുക്ത MLA-മാർ മുഴുവൻ എല്ലാവരും വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ആ ഭൂരിപക്ഷം തന്നെ തെളിയിക്കുന്നത് ജനങ്ങൾ എത്രമാത്രം അവരെ നെഞ്ചിലേറ്റി എന്നതിന് പുറമെ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ജനങ്ങൾ നിന്നു എന്നുള്ളതും
ഗവൺമെൻറ്റിന് വിരുദ്ധമായി എങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ കാര്യമാണ്. ഇത്രമാണ് ആമുഖമായി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ആ സമയത്ത് പറയാം. മന്ത്രിമാരെ മൊത്തത്തിലാണല്ലോ ചർച്ച, തീരുമാനമായിട്ടില്ല, ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ഞങ്ങൾ ഉന്നതാധികാര സമിതി രാവിലെ കൂടിയിരുന്നു. അത് പ്രഖ്യാപിക്കാനുള്ള ചുമതല സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കും. അപ്പം നമുക്ക് പ്രതീക്ഷാപൂർവ്വമാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം കോഴിക്കോട് ജില്ലയും നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ള നിലയ്ക്ക് അർഹമായിട്ടുള്ള അംഗീകാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നേതൃത്വത്തിനാണ്. അപ്പം നേതൃത്വം അത് നമ്മുടെ കൂടി ഇംഗിതം മുഖവിലക്കെടുത്തുകൊണ്ട് അത് ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ. എങ്ങനെ ഇല്ല, നമ്മൾക്ക് എന്തായാലും പിന്നെ ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവില്ലല്ലോ. ആ ഒരു സന്തോഷം എന്തായാലും ഇല്ലേ നമുക്ക്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഇടയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഇല്ലേ, അത് പിന്നെ തീരുമാനം വരട്ടെ. അത് ഇന്ന് നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് അങ്ങനെ തീരുമാനം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പിന്നെ കോൺഗ്രസ് നേതൃത്വമായി സംസാരിക്കേണ്ടതെല്ലാം നമ്മൾ സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതല്ല നമ്മൾ ഇല്ല, ലീഗിൻ്റെ അഭിപ്രായം എടുത്തിട്ടുണ്ട്. എല്ലാവരും ഘടകകക്ഷികളുടെ എല്ലാവരും അഭിപ്രായം എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരുന്നു, അവിടുത്തെ നിരീക്ഷകർ വന്നിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും പിന്നെ അവർ അതിനു മുമ്പ് സംസാരിക്കുന്നുള്ള വിശ്വാസത്തിലാണ്. അതാരാ പറഞ്ഞത്? അങ്ങനെ ആരും പറയില്ല. അത് വഴി പോകുന്നവരൊക്കെ പറയുന്നതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യവും വന്നിട്ടില്ല. ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്നും അങ്ങനെയും വന്നിട്ടില്ല. ഞങ്ങൾ ഒന്നായിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഞങ്ങളുടെ പേരിന് ടീം UDF എന്നല്ലേ. ടീം UDF എന്നുള്ള പേരിലല്ലേ നമ്മൾ 100+. ഈ 2 മുദ്രാവാക്യമായിരുന്നല്ലോ ഞങ്ങളുടേത്. ടീം UDF 100+. രണ്ടും നടന്നല്ലോ. ബട്ട് ടീം അല്ലെങ്കിൽ നമുക്കിവിടെ ഇത്രയും വലിയൊരു വിജയം കാഴ്ചവെക്കാൻ പറ്റില്ലല്ലോ. അത് ലീഗും അതല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസിൻ്റെ പിന്നെ തീരുമാനമല്ലേ അത്. അവരുടെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് അവരാലോചിച്ചിട്ട് ചെയ്യട്ടെ. അവർ എന്തായാലും ഒരു തീരുമാനം വരുമല്ലോ. അതാണ് നമ്മളിന്ന് പിന്നെ നമ്മുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ അവരുമായി സംസാരിക്കാൻ വേണ്ടി സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഇതിന് പിന്നെ ഈ മുന്നണി നമ്മുടെ എല്ലാവരുടെയും കൂടി മുന്നണിയല്ലേ. മുന്നണിക്ക് പുറലേൽക്കുന്ന ഒന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.